ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബീറ്റ്റൂട്ട് കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തും കൂടി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കറിക്ക് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കണം. ആ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം അരി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരി ചേർത്ത് അത് നന്നായിട്ട് പൊട്ടണേ. നന്നായിട്ടത് പൊട്ടി വരുമ്പോൾ ഇനി ചേർക്കേണ്ടത് കുറച്ച് കടുകാണ് കേട്ടോ. കുറച്ച് കടുകും കൂടി നമുക്ക് ഈ സമയത്ത് ചേർക്കാം. നമ്മുടെ അരി എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുകും കൂടി നന്നായിട്ട് പൊട്ടി വരണം. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇനി ഇതിനകത്തേക്ക് സവോള ചേർക്കണം കേട്ടോ. സവോള ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇതേപോലെ കൊത്തി എരിഞ്ഞതാണ് കേട്ടോ. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി സവോള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവോള ഒന്ന് ഒരു പകുതി വേവ് ആക്കിയെടുക്കണേ. അപ്പോൾ ഇതിനകത്തേക്ക് പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഈ സവോള വഴന്ന് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് പിന്നീട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബീറ്റ്റൂട്ടാണ് ചേർക്കേണ്ടത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബീറ്റ്റൂട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നമുക്ക് വെന്ത് കിട്ടും. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, വെള്ളമൊന്നും ചേർക്കണ്ട. ഇപ്പം തന്നെ നമ്മുടെ ബീറ്റ്റൂട്ടിനൊക്കെ നന്നായിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. നമ്മുടെ ഇപ്പോഴത്തെ ബീറ്റ്റൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ അരിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിനകത്തുള്ള ആ വെള്ളത്തിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ് കേട്ടോ. അപ്പം ഞാൻ 2 ബീറ്റ്റൂട്ടിന് 2 മുട്ട എന്ന കണക്കിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഒന്ന് നടുക്കൊന്ന് വകഞ്ഞ് വെച്ച് കൊടുക്കണം. നമുക്ക് മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നടുക്കൊന്ന് ഒന്ന് വകഞ്ഞ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമുക്ക് മുട്ട 2 നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കൊരല്പം ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരല്പം ഉപ്പ് കുറവാണെങ്കിലോ, മുട്ടയ്ക്ക് ഒരു ഉപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മുട്ടയ്ക്ക് നമ്മൾ പൊരിക്കുന്ന ആ ഒരു അളവിൽ മാത്രമാണ് ഞാൻ ഉപ്പ് ചേർത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ എരിവിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. അത് 2ഉം 1/2 ടീസ്പൂണോളാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മുട്ടയൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണേ. നമ്മൾ മുട്ട മാത്രം ഒന്ന് നന്നായിട്ട് ചിക്കി ഒന്ന് വേവിച്ചൊരു പാതി വേവ് ആക്കി എടുത്തിട്ട് വേണം നമ്മൾ ബാക്കി നമ്മുടെ ബീറ്റ്റൂട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ മുട്ടയൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബീറ്റ്റൂട്ടുമായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു കുഴഞ്ഞ ഒരു രീതിയിലാണ് നമ്മുടെ ബീറ്റ്റൂട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു ഒത്തിരി ആ ഒരു കുഴഞ്ഞ ഒരു രൂപത്തിൽ നിന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് തോർത്തിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി തോർത്തി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞിരിക്കണ്ട. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിലാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് നന്നായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട്
കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാത്രം മതി കേട്ടോ. ചോറൊക്കെ ഉണ്ട്, നമുക്ക് വേറൊരു കറി ഇല്ലെങ്കിൽ നമ്മുടെ ഈ കറിയൊക്കെ മാത്രം കൊണ്ട് നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.